ട്രൂലെക്റ്റ് ഓട്ടോടോക്സിൻ്റെ പുതിയൊരു വാഹനം പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് ഒരു കാറ് നോക്കുന്ന സമയത്ത് എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മൈലേജ് ആയിരിക്കും. മൈലേജ് കൂടുതൽ കിട്ടുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ക്വാളിറ്റിയും അതേപോലെ തന്നെ വെയ്റ്റും സ്റ്റെബിലിറ്റിയുള്ള വാഹനങ്ങളായിരിക്കുമ്പോൾ അതിനൊന്നും കൂടി പ്രിയം കൂടും. അത്തരം ഗണത്തിൽപ്പെട്ട ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹോണ്ടയുടെ ജാസ്, ഡീസൽ ഹോണ്ട ജാസ് 2017 വണ്ടിയാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോയി നോക്കാം. 2017 മോഡൽ ഈ ജാസാണ് വരുന്നത്. ഇതിൽ തന്നെ എസ് വി എക്സ് എന്നുള്ള 4 വേരിയൻ്റാണ് വരുന്നത്. ഈ വാഹനം അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് VX എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് സൈഡ് പരിശോധിക്കുന്ന സമയത്ത് ഡോർ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. വാഹനം വളരെ ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് VX വരുന്നത്. 58,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ, ഫോൾഡിങ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോള്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. അതേപോലെ തന്നെ വണ്ടി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡോർ നോക്കുന്ന സമയത്ത് പേസ്റ്റിന് വർക്ക് എടുക്കുക അല്ലെങ്കിൽ പിന്നെ പഞ്ചിങ്ങിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സർവീസ് എല്ലാം ഷോറൂം സർവീസാണ്. അഡീഷണൽ ആയിട്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൂട്ട് പരിശോധിച്ച് നോക്കാം. ബാക്ക് വൈപ്പറും അതേപോലെ തന്നെ ഡീഫോഗർ ഈ കാറിന് വരും. ബൂട്ട് സൈഡ് നോക്കുന്ന സമയത്ത് ഇടിയ കുത്തോ അല്ലെങ്കിൽ പഞ്ചിങ്ങിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പാസ് ഫിൽറ്റർ വരുന്നുണ്ട് ഈ വാഹനത്തിന്. അതേപോലെ തന്നെ 60/40 അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീറ്റ് മാത്രം വേണമെങ്കിൽ 60/40 അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വല്ല ലഗേജോ കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചേഴ്സ് സാധാരണ വാഹനങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ അടിവശം നമ്മൾ ബൂട്ടിൻ്റെ അടിവശം പരിശോധിക്കുന്ന സമയത്ത് സ്പെയർ വീൽ യൂസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള പഞ്ചിങ് അല്ലെങ്കിൽ പേസ്റ്റിങ് ഉള്ളിൽ വരുന്ന ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ ബോഡി അലൈൻമെൻറ്റ് ക്വാളിറ്റി കുറവൊന്നുമില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും റിയർ ആണെങ്കിലും ബമ്പർ ആണെങ്കിലും എല്ലാം പക്ക നീറ്റാണ്. റിവേഴ്സ് സെൻസർ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഗ്ലാസുകൾക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. ഇൻറ്റീരിയർ ക്വാളിറ്റി ഉണ്ട്. ടയർ കണ്ടീഷൻ ഏകദേശം 30% ടയറുകളാണ് ഉള്ളത്. ബാക്ക് ഡോറ് ലെഫ്റ്റ് സൈഡിന് പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഡോർ നോക്കുന്ന സമയത്ത് പേസ്റ്റിങ്ങിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് എയർ ബാഗ് 2 വരുന്നുണ്ട്. 2 എയർ ബാഗ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ നല്ല ബോഡി നല്ല വെയിറ്റുള്ള വാഹനമാണ് ജാസ് എന്ന് പറയുമ്പോൾ. അത് ജാസിനെ കുറിച്ച് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹോണ്ട ബ്രാൻഡ് ആയതുകൊണ്ട് നല്ല ബ്രാൻഡ് ആയതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കും. അലോയ് വീൽ ഈ വാഹനത്തിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഇതിൽ വരുന്ന. ജാസിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വാഹനമാണ് ഈ വരുന്നത്. ഇതിന് ഏകദേശം 24-25 കിലോമീറ്റർ വരെ മൈലേജ് വാഹനത്തിൽ ലഭ്യമാവും. അപ്പോൾ നമുക്കിതിൻ്റെ ബോണ്ട് തുറന്ന് നമുക്ക് എഞ്ചിൻ റൂം കാര്യങ്ങൾ പരിശോധിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ടിലേക്ക് വല്ല ഇടിയോ കുത്തുകൊണ്ടായിരിക്കണോ നോക്കാം. 2017 ഈ വാഹനം മോഡൽ വരുന്നത്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ല, ബോണ്ട് റീപ്ലേസ് ഇല്ല. ABS ഈ വാഹനത്തിൽ വരുന്നതാണ്. ബാറ്ററി നല്ല കണ്ടീഷൻ ബാറ്ററി ഉണ്ട്. അതേപോലെ തന്നെ അപ്രോണിൻ്റെ സൈഡാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പേസ്റ്റിങ്ങിലോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നമില്ല. എഞ്ചിൻ റൂം വളരെ ലീക്കോ കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മൾ ഡീസൽ കാറുകൾ നോക്കുമ്പോൾ എപ്പോഴും എഞ്ചിന് ലീക്കേജ് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾപ്പെട്ട കാര്യമായതുകൊണ്ട് എഞ്ചിൻ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ ഈ വാഹനം പെർഫെക്റ്റ് ഓടിക്കാൻ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ 2017 മോഡൽ ഡീസൽ കാറാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. നല്ല മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, കൂടുതൽ യാത്രകളുള്ള ആളുകൾ, അല്ലെങ്കിൽ നല്ല കംഫർട്ട് ലോങ് ഡ്രൈവിലൊക്കെ നന്നായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകൾ, നല്ല സ്റ്റെബിലിറ്റി പവറുള്ള നല്ല സ്റ്റെബിലിറ്റിയുള്ള കാറുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, ജാസ് ഡീസൽ ലോ കിലോമീറ്റർ വണ്ടികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 7,35,000 രൂപയാണ് എക്സ്പെക്റ്റഡ് പ്രൈസ്. ഈ വാഹനത്തിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിൽ തന്നെ നമ്മൾ 1 ഇയർ വാറണ്ടി ഉണ്ടായിരിക്കും ഈ വാഹനത്തിന്. 1 വർഷം വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഈ ഡീസൽ വാഹനങ്ങളിൽ എപ്പോഴും ലോ കിലോമീറ്റർ വാഹനങ്ങൾ കുറവാണ് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലം നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ വാഹനത്തിൻ്റെ ലോൺ അവൈലബിലിറ്റി അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത്, ലൊക്കേഷൻസ് മറ്റുള്ള എല്ലാം അറിയുന്നതിന് നമ്മളെ താഴെ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ
ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. കാരണം ഒരുപാട് പുതിയ പുതിയ വാഹനങ്ങൾ നമ്മളെ പോസ്റ്റ് ചെയ്യാറുണ്ട്. 2 ദിവസമായിട്ട് 2 വീഡിയോ ഇടാൻ വൈകി പോയിട്ടുണ്ട്, മഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വാഹനവുമായി കാണുന്നത് വരെ കാണാം. ബൈ.